നമസ്കാരം. യൂറോപ്പിലെ ഒരു രാജ്യത്തെ രാജകുമാരിയാണ് ആൻ. തന്റെ ഔദ്യോഗിക ജീവിതത്തെ മടുത്ത് ഒരു ദിവസം അവർ നഗരം ചുറ്റിക്കാണാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നു. എന്നാൽ അവരുടെ ഡോക്ടർ നൽകിയ ഒരു മരുന്നിന്റെ ഫലമായി യൂറോപ്പിലെ ഒരു പാർക്കിൽ കിടന്ന് അവർ ഉറങ്ങിപ്പോന്നു. അമേരിക്കൻ പത്രപ്രവർത്തകനായ ജോ ബ്രാഡ്ലി അവരവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ഒരു സാധാരണ സ്ത്രീയാണെന്ന് കരുതി അവളെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അയാൾ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവൾ ഒരു രാജകുമാരിയാണെന്ന് എങ്ങനെയോ ജോ മനസ്സിലാക്കി. ഈ വിവരം തന്റെ സുഹൃത്തും ഫോട്ടോഗ്രാഫറുമായ ഇർവിങ്ങിനെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ നടക്കുന്ന പ്രണയങ്ങളും സസ്പെൻസുമായി പുരോഗമിക്കുകയായിരുന്നു 1953 വില്യം വൈലർ സംവിധാനം ചെയ്ത അമേരിക്കൻ കോമഡി ചലച്ചിത്രമായ റോമൻ ഹോളിഡേ. അച്ഛനെ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടിയും വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയുമായി പ്രിയദർശൻ ഫാസിലിനെ കാണാൻ ചെന്നു. അക്കാലത്ത് ഫാസിൽ എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയദർശന്റെ കഥയുടെ ആശയം കേട്ട ഫാസിൽ സൂര്യപുത്രിക്ക് എന്ന സിനിമയുടെ കഥ തിരിച്ചു നോക്കാൻ പറഞ്ഞു. അത് ഒരു പെൺകുട്ടി തന്റെ അമ്മയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന കഥയായിരുന്നു. പ്രിയദർശന്റെ കഥയിൽ അച്ഛനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആ സമാനത ഫാസിൽ പ്രിയദർശനെ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആ ആശയം ഒരു സിനിമാ കഥയോളം പ്രിയദർശന മനസ്സിൽ വികാസം പ്രാപിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ ഗുഡ് നൈറ്റ് മോഹനെ വിമാനത്താവളത്തിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് ഈ സിനിമയുടെ പിറവി ആരംഭിക്കുന്നത്. ഈ ആശയം പല രൂപത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കരുതിയിരുന്നു. അങ്ങനെ കഥയുടെ പൂർത്തീകരണത്തിനും തിരക്കഥയുടെ പുരോഗതിക്കും വേണ്ടി പ്രിയദർശൻ വേണു നാഗവള്ളിയെ സമീപിച്ചു. അങ്ങനെയാണ് പ്രിയദർശന്റെ ആശയങ്ങൾ ഒരു സിനിമാ കഥയുടെ രൂപത്തിലേക്ക് ചുവടുമാറുന്നത്. പ്രിയദർശന്റെ കഥയിലെ നായകൻ മിക്കവാറും മോഹൻലാൽ തന്നെ ആയിരുന്നതുകൊണ്ട് ഈ സിനിമയിലും സ്വാഭാവികമായി മോഹൻലാലിനെ തന്നെ നായകനാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രമായ നിർണയത്തിലെ നായികയായ അമലയെ നായികയാക്കാനും തീരുമാനിച്ചു. 1991 മാർച്ച് 3 മുതൽ ഏപ്രിൽ 4 വരെ അവർ ഡേറ്റ് നൽകി. എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോഴേക്കും അമല വിവാഹിതയായി. അങ്ങനെ ചില കുടുംബപരമായ കാരണങ്ങളാൽ അമല ചിത്രത്തിൽ നിന്നും പിന്മാറി. അങ്ങനെയാണ് രേവതി ആ കഥാപാത്രത്തിലേക്ക് എത്തുന്നത്. ഷൂട്ടിംഗ് ഊട്ടിയിലും പരിസരത്തും പുരോഗമിച്ചു. ഒരു പാട്ട് സീൻ ചിത്രീകരിക്കുന്നതിനിടയിൽ തലനാരിഴയ്ക്കാണ് മോഹൻലാൽ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിനിന്റെ മുകളിലുള്ള രംഗമായിരുന്നു അത്. പക്ഷേ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻ പ്രൊഡക്ഷൻ ടീം ശ്രദ്ധിച്ചില്ല. മോഹൻലാൽ പെർഫോം ചെയ്യുന്നതിനിടയിൽ ജഗതി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആ ദുരന്തം ഒഴിവായത്. ഏതോ ട്രെയിൻ യാത്രയ്ക്കിടെ ഒരുപാട് ലഗേജുമായി കമ്പാർട്ട്മെന്റിലേക്ക് കയറിയ ഒരു ചെറുപ്പക്കാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് മോഹൻലാലിന്റെ നായക കഥാപാത്രം. പ്രിയദർശന്റെ സിനിമ ആയിരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു. പ്രധാന കോമഡി കഥാപാത്രമായ എന്നാൽ സിനിമയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിശ്ചൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം പ്രിയദർശൻ സമീപിച്ചത് ശ്രീനിവാസനെയാണ്. മറ്റൊരു സിനിമ കാരണം അദ്ദേഹത്തിന് ആ അവസരം ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയാണ് ജഗതി ശ്രീകുമാർ നമ്മുടെ മനസ്സിലേക്ക് നിശ്ചലിനെ ആഴത്തിൽ പ്രതിഷ്ഠിച്ചത്. നിശ്ചലിന്റെ പ്രകടനം കണ്ട് ഒരിക്കലും ചിരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തവർ പോലും നിയന്ത്രണം വിട്ട് പൊട്ടിച്ചിരിച്ചു പോകും. അത്രയ്ക്ക് മാസ്മരിക പ്രകടനമാണ് ജഗതി ശ്രീകുമാർ നിശ്ചലിലൂടെ കാഴ്ചവെച്ചത്. വെറും 30 ദിവസത്തെ ഡേറ്റ് മാത്രമാണ് പ്രിയദർശൻ ജഗതിയോട് ചോദിച്ചത്. ഒന്നിലധികം സിനിമകളിൽ ഓടി നടന്ന് അഭിനയിക്കുന്ന തിരക്കിലായിരുന്നിട്ടും തുടർച്ചയായ ഡേറ്റുകൾ തന്നെ നൽകി അദ്ദേഹം. നിശ്ചലിന്റെ പ്രൊഫഷണൽ എതിരാളിയായി ഒരു ചെറിയ സീനിൽ ജഗദീഷ് എത്തുന്നുണ്ട്. എന്നാൽ ജഗദീഷിന്റേത് ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. സിനിമയുടെ ദൈർഘ്യം കാരണം ഒരു ചെറിയ ഭാഗത്തിലേക്ക് ചുരുക്കിയതായിരുന്നു പിന്നീട്. മോഹൻലാലും തിലകനും പ്രഭാത സവാരി നടത്തുന്ന രംഗത്തിനായി കണ്ടെത്തിയത് ഊട്ടിയിലെ വിജനമായ ആളൊഴിഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം മനോഹരമാക്കാൻ പ്രിയദർശൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വിളക്കുതൂണുകളും വഴിയരിയിലെ കസേരകളും വീണുകിടക്കുന്ന ഇലകളും കൊണ്ട് ആ വിജനത അവർ മനോഹരമാക്കി. പൊട്ടിച്ചിരിക്കേണ്ട പല അഭിനയങ്ങളും നേരിട്ട് കണ്ടിട്ടും പ്രിയദർശൻ ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഷൂട്ടിംഗ് സമയത്ത് താൻ ചിരിച്ചാൽ പ്രേക്ഷകർക്ക് ആ ചിരിയുടെ ഫ്രഷ്നസ് കിട്ടില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജഗതിയും മോഹൻലാലും രേവതിയും ഒക്കെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരുപാട് സംഭാഷണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1 കോടി കളക്ഷൻ മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാതിരുന്ന കാലത്താണ് ഈ ചിത്രം ബോക്സ് ഓഫീസുകൾ തകർത്ത് ചരിത്ര വിജയം നേടിയത്. 1953 വില്യം വൈലർ സംവിധാനം ചെയ്ത അമേരിക്കൻ കോമഡി ചിത്രമായ റോമൻ ഹോളിഡേയിൽ നിന്നും നേരിട്ട് ഈ ചിത്രം പകർത്തിയിട്ടില്ലെങ്കിലും ചില കഥാപാത്രങ്ങളുടെ രൂപീകരണവും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കരുതാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാതെ കിടക്കുകയാണ് ഈ സിനിമ. പ്രിയദർശന്റെ കഥയ്ക്ക് വേണു നാഗവള്ളി തിരക്കഥ തയ്യാറാക്കി റിയദർശൻ തന്നെ സംവിധാന ഇന്ദ്രജാലം തീർത്ത മോഹൻലാലും തിലകനും ജഗതിയും രേവതിയും ഇന്നസെന്റുമെല്ലാം ആടിത്തിമിർത്ത 1991 ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത ആർ മോഹനൻ നിർമ്മിച്ച ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ 156 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം കിലുക്കം.